നമസ്കാരം. 2026 വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത്. മിഥുനക്കൂറ്. മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളായ മകേര്യം അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാല് ഈ നക്ഷത്രക്കാർക്ക് 2026 വിഷുഫലം എപ്രകാരമായിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. മിഥുനക്കൂറിൽ ജനിച്ചവർ പൊതുവെ ആരോഗ്യവും സൗന്ദര്യവും കൂടുതലുള്ളവരായിരിക്കും. സുഖഭോഗ താല്പര്യമുള്ളവരും ഗുണദോഷങ്ങളെപ്പറ്റി അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സന്നദ്ധരായവരും ആണ് ഇവർ. ജനസമ്മതിയുള്ളവരും ജീവിത വിജയം നേടിയവരുമായിട്ടാണ് ഇവരെ കണ്ടുവരുന്നത്. പൊതുവെ ഇവർ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ശീലമാണ് ഉള്ളത്. വർഷാരംഭത്തിൽ മിഥുനക്കൂറുകാർക്ക് ശനി 10-ലും, വ്യാഴം ജന്മത്തിലും, രാഹു 9-ലും, കേതു 3-ലും ആണ്. ശനിയും ഗുരുവും രാഹുവും അനിഷ്ടസ്ഥാനത്താണ് ഉള്ളത്. കേതു മാത്രമേ ശുഭസ്ഥാനത്ത് ഉള്ളൂ. മാത്രമല്ല ഇവർക്ക് ശനി 10-ൽ ആയതുകൊണ്ട് തന്നെ കണ്ടക ശനിയുടെ ഒരു കാലം കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ ഈ വിഷുഫലം പറയുകയാണെങ്കിൽ മിഥുനക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ അത്ര ഗുണകരമായ കാലമായിട്ടല്ല കണ്ടുവരുന്നത്. ഈ സമയത്ത് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ കർമ്മസ്ഥാനത്ത് ശനി ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. കർമ്മരംഗം അത്ര ഗുണകരമായിരിക്കില്ല. പ്രതീക്ഷിച്ച ജോലി ലഭിക്കാതിരിക്കുകയോ, ഉള്ള ജോലി നഷ്ടപ്പെടുകയോ, വരുമാന നഷ്ടമുണ്ടാവുകയോ, സ്ഥലം മാറ്റം ഉണ്ടാകുവാനോ ഈ സമയത്ത് സാധ്യതയുണ്ടായി എന്ന് വരാം. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വാഹനയാത്രയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രോഗം മൂർച്ഛിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അഭിപ്രായ ഭിന്നതയില്ലാതെ നോക്കേണ്ടതുണ്ട്. ധനനഷ്ടവും ധനവരവ് ഇല്ലാതാവുകയും തടസ്സം ഉണ്ടാവുകയും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. വായ്പ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. താമസ സ്ഥലം മാറുവാനുള്ള സാധ്യതയും കാണുന്നു. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വർഷാരംഭത്തിൽ അത് നടന്നു കിട്ടണം എന്നില്ല. ബാധ്യത വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ധനച്ചിലവ് കൂടുതലായിരിക്കും. ആസ്പത്രിവാസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ സ്നേഹിതർ പ്രതികൂലമായി എന്ന് വരാം. എന്നാൽ ജൂൺ 2-ന് വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറുന്നതോടെ ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഈ സമയത്ത് ഗുണാനുഭവങ്ങൾ ഏറെ ഉണ്ടാവുന്നതാണ്. മാത്രമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി മീനത്തിലേക്ക്, ഇവരുടെ 10-ാം ഭാവമായ ശനിയിലേക്ക് പതിയുന്നതോടുകൂടി ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഏറെ ഉണ്ടാവുന്നതും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലായതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ ഈ സമയത്ത് കുറഞ്ഞു കിട്ടുന്നതും ആയിരിക്കും. വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവ നടന്നു കിട്ടുന്നതായിരിക്കും. ഉദ്യോഗത്തിൽ നേട്ടം ഉണ്ടാകുന്നതായിരിക്കും. ഏതെങ്കിലും രീതിയിൽ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക്, കേസ്, വഴക്ക് എന്നിവ ഉള്ളവർക്ക് അതൊക്കെ മാറിക്കിട്ടുന്നതും ആയിരിക്കും. ശത്രുവിജയം ഉണ്ടാവുന്നതാണ്. ധനവരവ് ഉണ്ടാവുന്നതും ആണ് ഈ സമയം. പ്രയത്നത്തിന് ഫലം ലഭിക്കുന്നതാണ്. പേരും പ്രശസ്തിയും ധനലാഭവും ദാമ്പത്യ സുഖവും ഒക്കെ ഈ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പൊതുവെ പറഞ്ഞാൽ ജൂൺ 2-ന് ശേഷം ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതലും, ജൂൺ 2-ന് മുമ്പ് ഈ വർഷം ഇവർക്ക് ഗുണാനുഭവങ്ങൾ കുറഞ്ഞും ഉള്ള ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 2 വരെ ഇവർ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടെ പെരുമാറേണ്ടതും ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കേണ്ടതും ഉണ്ട്. പണം കടം കൊടുക്കുമ്പോഴും വായ്പ എടുക്കുമ്പോഴും ഒക്കെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വാഹനയാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗം മൂർച്ഛിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും ഉണ്ട്.
ഈ വർഷം മുഴുവനും ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ, കണ്ടകശനി ആയതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വർദ്ധിക്കേണ്ടതിന് ക്ഷേത്ര ദർശനം നടത്തുകയും ഈശ്വര പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. മന്ത്രജപം നടത്തുന്നത് ആവശ്യമാണ്. ശനിയാഴ്ച ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ദേവീക്ഷേത്ര ദർശനവും ദുർഗാ ഭഗവതിയെ പ്രീതിപ്പെടുത്തുകയും വഴിപാട് ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ദോഷാനുഭവങ്ങൾ കുറഞ്ഞു കിട്ടുകയും ഗുണാനുഭവങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്.